നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ രാജി പ്രഖ്യാപിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മന്ത്രിമാർക്കൊപ്പമുള്ള പ്രാതൽ വിരുന്നിലാണ് രാജിപ്രഖ്യാപനം ഉണ്ടായത്. DK ശിവകുമാറിന് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രിമാരോട് സിദ്ധരാമയ്യ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം രാജി സമർപ്പിക്കും. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സജു, വലിയ അന്തർനാടകങ്ങൾക്കൊക്കെ ഒടുവിലാണ്, തർക്കങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് ഇപ്പോൾ രണ്ടാം ടേം എന്ന നിലയിൽ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാകുന്നത്. സിദ്ധരാമയ്യ ചില കടുംപിടുത്തത്തിലായിരുന്നു. അദ്ദേഹം ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു, ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു, ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് DK ശിവകുമാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മന്ത്രിമാരുടെ പ്രാതൽ യോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് തുടർ നീക്കങ്ങൾ? എന്താണ് കർണാടക രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കുക? നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്, അതായത് പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള മീറ്റിംഗിന് ശേഷം മന്ത്രിമാർ ഓരോരുത്തരായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയായ കാവേരിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ മന്ത്രിമാരുടെ ഓരോരുത്തരുടെ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി മന്ത്രിമാരെ കയറ്റിയ ശേഷം വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1.5 വർഷമായി നീണ്ടുനിന്ന കർണാടകയിലെ കസാര കളിക്കാണ് ഇപ്പോൾ ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നതിൽ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലെത്താൻ കഴിഞ്ഞ 1.5 വർഷമായി സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് 3 വർഷം പൂർത്തിയാക്കിയിട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജ്യസന്നദ്ധതയ്ക്ക് തയ്യാറാകാതെ വന്നതോടെയാണ് ഏറ്റവും ഒടുവിലായി സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിക്കുകയും അദ്ദേഹത്തിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തത്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം, രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു. ഒടുവിലാണ് അദ്ദേഹം ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം മന്ത്രിമാരോട് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഗവർണറെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കർണാടക ഗവർണർ ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ നാടായ മധ്യപ്രദേശിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിക്കത്ത് നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ ഓരോരുത്തരായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് മുൻപിൽ വെച്ച് ഏറ്റവും വലിയൊരു നിബന്ധന എന്ന് പറയുന്നത് തൻ്റെ മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്നുള്ള കാര്യമാണ്. അതെന്തായാലും ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാർ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രി KJ ജോർജ്, അതോടൊപ്പം തന്നെ ഹാരിസ് അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ DK ശിവകുമാർ, ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറാണ് ഇപ്പോൾ വന്നുകൊണ്ട്. എന്തായാലും കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ യുഗം അവസാനിക്കുന്നു. DK കാലത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം, 2023 തെരഞ്ഞെടുപ്പിൽ 135 സീറ്റുകളോടുകൂടി കോൺഗ്രസ് വലിയ ആധികാരിക വിജയം നേടി അധികാരത്തിൽ വന്നു. പക്ഷേ അന്നിപ്പോൾ MLA-മാരുടെ MLC മാരുടെ പൂർണ്ണ പിന്തുണയുള്ളത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കായിരുന്നു. അതായത് അഹിന്ദ വിഭാഗത്തിന്റെ പിന്തുണ കൂടി അദ്ദേഹം ഉറപ്പിച്ചതോടുകൂടിയാണ് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് DK ശിവകുമാറിന് 2.5 വർഷം ടേം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നത്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞ നവംബറിൽ പൂർത്തിയാക്കിയെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തയ്യാറാകാതെ വന്നതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നീണ്ടുപോയതായാലും 3 വർഷം കഴിഞ്ഞ 20-ാം തീയതിയാണ് 3 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയത്. 3 വർഷം പൂർത്തിയാക്കിയിട്ടും അദ്ദേഹം രാജിക്ക് തയ്യാറാകാതെ വന്നതോടെ ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ച് രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഓരോ മന്ത്രിമാരായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല എന്നാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. എന്തായാലും മാധ്യമങ്ങളോട് മന്ത്രിമാർ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. മന്ത്രിമാർ പറയുന്നത് എന്താണ് തീരുമാനം എന്നുള്ളത് പാർട്ടി നേതൃത്വം നിങ്ങളെ അറിയിക്കുമെന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. DK ശിവകുമാർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസന്നദ്ധത അറിയിച്ചതിന് പിന്നാലെ മന്ത്രിമാരടക്കമുള്ളവർ, പ്രത്യേകിച്ച് DK ശിവകുമാർ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒരുമിച്ച് മാധ്യമങ്ങളെ അല്പസമയത്തിനകം കണ്ടേക്കുമെന്നുള്ള വാർത്തകളും വരുന്നു. എന്തായാലും കർണാടകയിൽ കഴിഞ്ഞ 1.5 വർഷമായി നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾ ഇതോടുകൂടി പര്യവസാനിച്ചിരിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രിയായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ 2 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. GK. ശരി, സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ നിന്ന് അല്പസമയത്തിനകം DK ശിവകുമാർ പുറത്തു വരുമ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുക എന്ന് നമുക്ക് കേൾക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.